ഹായ് ഗൈസ്, അപ്പം ഞാൻ ഒരു വിരുന്ന് പോവാണ്. ആഷിക്കയും പാപ്പയും ഒന്നുമില്ല, ഉമ്മാനെയും കൂട്ടി വണ്ടി എടുത്ത് പോകാനുള്ള തീരുമാനത്തിലാണ്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഇതാണ് നമ്മളെ ഐഷനു. ഐഷനോ 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 അത് ഐഷനോ എന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഫസ്റ്റ് ഇതിനെ കിട്ടിയപ്പോൾ ഇത് ചെറുതായപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചത് പെണ്ണാണ്. അപ്പം നമ്മൾ ആയിഷ എന്ന് പേരിട്ടേ. പിന്നെ മനസ്സിലായത് ഇത് ആണാണ്. അപ്പം നമ്മൾ ആയിഷനു എന്നൊക്കെ ആക്കി. ആയിഷനോ. അപ്പം ഇതാണ് നമ്മളെ കുഞ്ഞുമ്മാൻ്റെ പച്ചക്കറി തോട്ടം ഗൈസ്. ഇപ്പോൾ മണിത്തക്കാളി ഇത് തിന്നാൻ പറ്റുമെന്നാ പറയുന്നത് ഞങ്ങള്. ബാക്കിൽ തിന്നിട്ട് ആന്ന് പറയുന്നത് വേണ്ട. ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് കറിയിലിടൂ. നമ്മള് കുഞ്ഞുമാന്റെ വീട്ടിൽ നിന്ന് മിറാക്കിൾ ഫ്രൂട്ട് പറിക്കാം കേട്ടോ. ഇത് കഴിച്ചാല് പുളിയിൽ എന്ത് സാധനം തിന്നാലും മധുരാണെന്നാ പറയുന്നത്. ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ? ഇതെന്താ കുഞ്ഞുമ്മ? ഇതെന്താ പടവലോ കക്കിരിയോ? ഇതും കക്കിരിയാ? കിയാറോ? കുഞ്ഞുമ്മ സ്വകാര്യത്തിലാട്ടോ പറയാതാണ് നമ്മളെ കുഞ്ഞുമ്മ. ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനും ഉമ്മയും ഉമ്മാന്റെ അനിയത്തിന്റെ വീട്ടിൽ വന്ന് ഓരോ പച്ചക്കറിയൊക്കെ വിസിറ്റ് ചെയ്യട്ടോ. കൊറേ പച്ചക്കറി ഉണ്ടാക്കിക്കണ്. ഇതെന്തോ ഒരു മാങ്ങ, ഇതൊക്കെ ചെറിയൊരു മാവാട്ടോ. ഇതിന്റെ മുകളിലുണ്ടായ മാങ്ങ നോക്കുക. കാലാപ്പാടിന്നോ എന്തോന്ന് പറയണ്ടതാ. അത് ഒന്നതാ, മൂന്നെണ്ണം ഉണ്ടായത്. ചെറിയതാ. ഇത് ബക്കറ്റിലിട്ടാണ് ഉണ്ടാക്കിയത്. ചെറിയ മാവാണ്. 3 മാങ്ങ ഉണ്ടായിക്കണം. നല്ല വെയിലാണ് ഗൈസ്. ഇതും ബുഷ് ഓറഞ്ച്. ഇത് പിന്നെ കുറെ എല്ലായിടത്തും ഉണ്ടാവും എന്നാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറെ ആൾക്കാർ വാങ്ങിക്കലുണ്ടെന്ന് തോന്നുന്നു. ഇത് അമര. അമര പച്ചമുളക്. ഇതെന്താ ഇതെന്താ ഇതിന് പൊട്ടിക്കേ എന്തോ പേര് പറയും, അറിയില്ല. ഇത് പൊട്ടിക്ക എന്നാന്ന് തോന്നുന്നു. വഴുതിന വേണ്ട ഉണ്ടായത്. പച്ചമുളക്. ഇത്ര പച്ചമുളകാ ഉണ്ടാക്കി എടുക്കുന്നത്. മുകളിലാട്ടോ ഉണ്ടാക്കുന്നത്. താഴെ എന്താ ഉണ്ടാക്കാത്ത കുഞ്ഞുമ്മ? താഴെ സ്ഥലം ഇല്ലേറ്റോ? ഇവിടെ ഇത്ര സ്ഥലമുണ്ട്. അമ്മ പൂളയൊക്കെ ചാക്കില ഉണ്ടാക്കുന്ന. പയറുണ്ടായിക്കടേ. കൊറേ ഉണ്ടായിക്കണേ. വഴുതി കൈമുള്ള വഴുതിന് കാണിക്ക്. മാങ്കോസ്റ്റ് ഒന്നും ഉണ്ടായിക്കില്ലല്ലോ. ഇതാ തക്കാളി ഉണ്ടായിക്കണത് ഇഷ്ടം പോലെ. ഇതാ ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ തക്കാളി. ഇതെന്താ മണിത്തക്കാളിയോ? ഇതിന്റെ മുകളിൽ ഉണ്ടായിക്കില്ലല്ലോ. തിന്നാൻ പറ്റോ? ഒന്ന് പഴുത്ത പറിക്ക്. ഇതാ കയ്പ. കയ്പ ഉണ്ടായിക്കണ്. ഇതൊക്കെ ഒരു ടെറസിന്റെ മുകളിലാട്ടോ ഉണ്ടാക്കുന്നത്. പടവലം. കുറേ മണിത്തക്കാളി കൊണ്ടുവന്നിക്കണ്. ഇതൊക്കെ പച്ചക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മ അതാ കുറേ പച്ചക്കറിയൊക്കെ പറിച്ചു വന്നിക്കണതാ. കൊറേ പറിക്കുന്ന. കുഞ്ഞുമ്മ, നിങ്ങൾ എത്ര മാസം എടുത്ത് ചെയ്തതാ? കുഞ്ഞുമ്മക്ക് കുറവാ. 3 മാസം. 3 മാസം കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടായി. 3 ഇപ്പൊ ദിവസം ഒരു തക്കാളിയൊക്കെ ഇവിടുന്ന് തന്നെ പറിച്ചിട്ട് കറിയിലൊക്കെ വാങ്ങിക്കലില്ല പോലും.
ഇപ്പൊ കൊറേ ആയാലും പച്ചമുളക് വെണ്ട വഴുതിന ഒക്കെ ഇവരെന്നെ ഉണ്ടാക്കിയിട്ട് ഇവരെന്നെ ഉപയോഗിക്കാം. കൊറേ കാലമായാല് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട്. അതൊക്കെ ചാക്കില് പൂളുണ്ടാക്കിയതാട്ടോ. അങ്ങനെ കൊറേ തരം പച്ചമുളകുണ്ട്. ഇതൊരു തരം പച്ചമുളകാണ്, ഇത് വേറൊരു തരം പച്ചമുളകാണ്, ഇത് വേറൊരു തരം പച്ചമുളകാണ്, പിന്നെ നീളമുള്ളതാ ഇത് വേറൊന്നാണ്. ഇത് നമ്മളെ ചീരോ പറയിൽ ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നാ വിത്ത് ഇട്ടേ കുഞ്ഞുമാ? എവിടുന്നെങ്കിലും ഒക്കെ കിട്ടുന്നതാണോ അല്ലേ? അമ്പലവയലിൽ നിന്ന് വാങ്ങിക്കും അല്ലേ? അങ്ങനെ കൊറേ സ്ഥലത്ത് പോയിട്ട് എന്താ പയറും ഉണ്ട്. പയറ് പക്ഷെ ഒരു ഉഷാറില്ല. കഴിഞ്ഞതാ? പയറൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണല്ലോ. ചീര ഇതൊക്കെ പയറായിനല്ലോ. ഇത് പയറൊക്കെ കഴിഞ്ഞു അല്ലേ? ചീരയും കഴിഞ്ഞു പറഞ്ഞു. അമ്മ അതാ പച്ചക്കറി പിടിച്ചു നടക്കുന്ന. കൊറേ കിട്ടിയോ? ഇത് പാലക്ക ചീര. ചെറിയുള്ളി കൊറേ കാട് പിടിച്ചിക്കണില്ലേ അതിന്റെ ഉള്ളിലെല്ലാം? മറ്റേ ഇത് മുന്തിരി മുളകാണോ അല്ലേ? നോക്കട്ടെ, കൈ കാണിക്ക്. ഇത്ര വലുതാവുള്ളൂ? എരുണ്ടാവുന്നല്ലേ? വേറെ തൈര് മുളക് ഉണ്ടല്ലോ, നോക്കട്ടെ. തൈര് മുളക് കാണിക്ക്. ഇതാണല്ലോ തൈര് മുളക്. അത് നല്ല എരുണ്ടാവോ? അമ്മളെ കൊണ്ട് കൊണ്ടാട്ടുണ്ടാക്ക. കൊണ്ടാട്ട മുളക് ഇട്ടാ പോരെ പേരുന്നാല്. പച്ചക്കറി എല്ലാം പറിച്ചത് ഇത് കൊണ്ടാണല്ലോ നമുക്ക്. എല്ലാം ഉണ്ടല്ലോ, കൊറേ സാധനങ്ങളുണ്ടല്ലോ. അകത്തണിയുണ്ടോ പറിച്ചു വെച്ചത്? അത് കൊറേ പറിച്ചു വെച്ചത് ഓൾറെഡി. ഇതെന്താ കെട്ടെടുക്കുന്നുണ്ടോ? അങ്ങനെ പച്ച അങ്ങനെ ഞാൻ പോട്ടുണ്ട് കൂടിയോടെ അതുപോലാണ്. അങ്ങനെ ചീരയും ഇവിടെ പറിച്ചതാണ്. ഒക്കെ ഇവിടെ പറിച്ചതാണ്. ഇവരിപ്പോ കൊറേ കാലത്തേക്ക് പച്ചക്കറി ഒന്നും വാങ്ങിക്കില്ല എന്നാ പറയുന്നത്. ഉമ്മ ഇതൊക്കെ പാക്ക് ചെയ്യാൻ കേട്ടോ. ഉമ്മ പറയുന്നത് ഇതൊക്കെ ഉമ്മക്ക് വേണമെന്ന്. ആശിറിന് പച്ചക്കറി. അപ്പൊ ഇനി ഇവിടെ കൊറേ കോഴികളൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞു. നമ്മ കോഴികളെയും കൂടെ കാണാം. ഇത് കുഞ്ഞുമാന്റെ കോഴിക്കളാണ് കേട്ടോ. എത്ര കോഴിക്കളുണ്ട് കുഞ്ഞുമാ? എത്ര കോഴിക്കളുണ്ട്? അത് കോഴിക്കൾക്ക് പുല്ല് കൊടുക്കാണ്. ഓ, പുല്ല് കൊടുക്കുന്നതോ? ഒരു കഴിക്കുന്നുണ്ടില്ല നിങ്ങള്? ഇതാ ഈ കൂട്ടിലുണ്ട്. എത്ര കോഴിക്കളുണ്ട് ടോട്ടല്? 50 കോഴിക്കളുണ്ട്. കൊറേ വെറൈറ്റീസ് ഓഫ് കോഴിക്കളുണ്ട് അല്ലേ? വേണ്ട, കുഞ്ഞുമാന്റെ കോഴിക്കള് ചെറുതും വലുതും കൊറേ സെക്ഷൻ ആയിട്ടുണ്ട്. വേറെയും കൂടിയില്ലേ? LP, UP, ഹൈസ്കൂള്, വേറെയും കൂടുണ്ട്. ഇത് വേറെ സെക്ഷൻ ഓഫ് കോഴിക്കളാണ്. മൊത്തത്തില് 50 കോഴിക്കളുണ്ടെന്നാ പറഞ്ഞ. ഇതൊക്കെ നാടനാ? നാടൻ കോഴിക്കളാ? എല്ലാരും ഉണ്ട്. ഫയോമിയുണ്ട്, നാടനുണ്ട്, ഗിരിരാജ് ഉണ്ട്. കോഴിമുട്ട എടുക്കാം. അവിടെ കൊറേ ചക്കകൾ ഉണ്ടായിക്കണ കേട്ടോ. കൊറേ ചക്ക ഉണ്ടായിക്കണേ. മേലോട്ടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ചക്ക. പാവം
ഒരു ലവ് ബേർഡ്സ് മാത്രം കൂടി. കൊണ്ടുപോകും. ഇനൊന്ന് കൊണ്ടുപോകല്ലേ? പക്ഷെ ഇത് പെണ്ണാണല്ലോ, ഇത് പെണ്ണാണല്ലോ. ഇതെന്തിനാ കുഞ്ഞുമ്മ? സിപ്പപ്പ് ഉണ്ടാക്കാൻ കുഞ്ഞുമ്മ പൈനാപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താക്കാ കുഞ്ഞുമകളെ? മാങ്ങ ഉണക്കാന്. ഉണക്കിട്ട് എന്താക്കാനാ? ഉണക്കിയിട്ട് മഴക്കാലത്ത് കറി വെക്കും. തേങ്ങ ചേർക്കുന്ന വിഷയമാണ്. ഇതെന്ത് വിഷയം? ഈസി അതിലൂടെ ചേർന്നുമ്പോ കുരുവൊന്നുമില്ലല്ലോ. ഇനി ഉണ്ടല്ലോ ഞാൻ ഇട്ട ഫോട്ടോ അല്ലേ പച്ച, ആ സാധനം അത്